Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അതുകൊണ്ട് പ്രേമിക്കുന്നവർക്കും പ്രേമിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടോ, ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെയാ. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. പ്രണയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒത്തൊരുമിച്ച് പോകാൻ പറ്റുന്നത് ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കൂടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് പ്രേമിക്കുന്ന എല്ലാവരോടും, പറയാൻ പോകുന്നവരും എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എപ്പോഴും കൂടുതലായിരിക്കണം. ആ തട്ട് എപ്പോഴും താന്നേ ഇരിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ലവ് മാരേജ് എന്ന് പറയുന്ന കാര്യം മുന്നോട്ട് കാര്യമായിട്ട് പോവുള്ളൂ. അതല്ല നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നിമിഷത്തേക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പ്ലീസ് അത് ചെയ്യരുത്. നമ്മളൊരു വാലന്റൈൻസ് ഡേ ആണ് ഒരു ഷോ ഓഫ് പോലെ ഒരു ഫ്ലവർ കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു ഇതിനു വേണ്ടി ചെയ്യരുത്. ആ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളറിഞ്ഞ് നമ്മുടെ പൂർണ്ണ സ്നേഹമായിരിക്കണം ആ ഒരൊറ്റ ഫ്ലവറിൽ കൊടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഈ പറഞ്ഞാൽ ചിന്തിച്ചായിരിക്കും എല്ലാവരും ഇന്ന് കൊടുത്തതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് വാലന്റൈൻസ് ഡേയിൽ ഒരു ഡേറ്റിനൊക്കെ പോകുമ്പം എപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്നത്, ഭയങ്കര എരിവും പുളിയുള്ള ഒരു സാധനമൊന്നും നമ്മൾ വാങ്ങിച്ച് കഴിക്കരുത്. കാരണം ചിലപ്പോൾ എന്താ പറയുക, എരിവൊക്കെ കഴിച്ച് വെച്ച് ചിലപ്പോൾ ഐ ലവ് യു എന്ന് പറയാൻ ചിലപ്പോൾ പറ്റിയിരുന്നിരിക്കുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമൊക്കെ വാങ്ങിച്ച് അധികം നേരം സംസാരിക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ടിപ്പ് പറയാം, ഇതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ല. ആ സമയത്തൊന്നും ഡേറ്റ്സ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം ഞങ്ങൾ ശ്രമിച്ചിട്ടുമില്ല, അതാണ് സത്യം. അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എരിവും പുളിയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വർത്താനത്തിൽ അതൊന്നും വാങ്ങി ഡേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഇച്ചിരി എരിവുള്ളൊരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫേവററ്റ് സീ ഫുഡാണ് കൊഞ്ച് എന്ന് പറയുന്നത്. കൊഞ്ച് കഴിക്കുമ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക, മിക്കവർക്കും അലർജി ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, കൊഞ്ച് ചെയ്യുമ്പോൾ ചെറുതോ വലുതോ ഏതോ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ മേളിലുള്ള വെയിനില്ല, അതിൻ്റെ ഞരമ്പ് എടുക്കാറുണ്ട് അല്ലേ, മേളിലുള്ള ഭാഗം. പക്ഷെ അറ്റ് ദ സെയിം ടൈം എപ്പോഴും ശ്രദ്ധിച്ചോണം, അതിൻ്റെ താഴ്ഭാഗത്തും അവിടെയും ഒരു ഞരമ്പുണ്ട്, അതും കൂടെ എടുത്ത് കളഞ്ഞേച്ച് കഴിയുന്നതും ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒത്തിരി നാടൻ, നമ്മളൊരു നാടൻ റെസിപ്പി ചെയ്തായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയായത്. എൻ്റെ അമ്മ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എൻ്റെ ആൻറ്റി, അപ്പൻ്റെ അനിയൻ്റെ വൈഫ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോഴും എനിക്ക് ചെയ്തു തന്നതുകൊണ്ട് ഞാൻ മറന്നുപോയിരിക്കുമായിരുന്നു ഈ ഒരു റെസിപ്പി. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാ. ഈ പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരും മല്ലി, മുളക് ഇതൊക്കെ എടുത്തേച്ചാ ചെയ്യുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് കാര്യം എളുപ്പത്തിന് ഇപ്പം ഇതേ ഒക്കത്തുള്ളൂ അല്ലേ, പൊടിച്ചു വെച്ചേക്കുക. ഇനി അല്ല നമ്മുടെ ഒരു ഇച്ചിരി മല്ലിയോ മുളകോ എൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു ഇച്ചിരി സവാള ഞാൻ കൊത്തി അരിഞ്ഞു വെച്ചേക്കുക. ഇത്രയും ചെറുതായിട്ടൊന്നും അരിയണമെന്നില്ല, ഇച്ചിരി നേരം കിട്ടിയോണ്ട് അരിഞ്ഞതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ചെറിയ ഉള്ളിയാണ്. ഈ മീനിനും ഇറച്ചിക്കും ഒക്കെ ചെറിയ ഉള്ളിയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പക്ഷെ അരിയാനുള്ള പാടും പൊളിക്കാനൊക്കെ പാടുള്ളതുകൊണ്ട് 50-50 ബേസിസ്. പിന്നെ ഉള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പം കാശ്മീരി മുളക് പൊടി ഇട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എരിവും കുറവാ, ചാറിന് കൊഴുപ്പ് കൂടും, പിന്നെ അന്ന് നിറവും കിട്ടും. പിന്നെ ഉള്ളത് മല്ലിപ്പൊടി. ഇത് ഒരു തക്കാളി അരിഞ്ഞു വെച്ചേക്കുക. ചില സമയം നമുക്ക് നേരം കിട്ടുമ്പോഴെങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞേക്കുക. ഇനിയിപ്പോൾ ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുക. ഇത് രണ്ടും ചേർത്ത് ചതച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. ഇതെന്നാന്നോ ഇച്ചിരി കുരുമുളക. പിന്നെ വേണ്ട ഇച്ചിരി പട്ട, ഏലക്ക, കുറച്ച് അണ്ടിപ്പരിപ്പ്, മസ്റ്റൊന്നുമല്ല, ഇതല്ലെങ്കിൽ കപ്പലണ്ടി ആയാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പൂ. ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കുറച്ച് പെരുംജീരകവും വേണം. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവിടെ മുളക് പൊടി ഉണ്ട്, പക്ഷെ എനിക്ക് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് വറ്റൽമുളകാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ബാക്കി ഇൻഗ്രീഡിയൻസിനെക്കാട്ടിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മൂപ്പ് കൂടുക എന്ന് പറയുന്നത് വറ്റൽമുളകിന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരിച്ചിരി വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് എന്ന് പറയുമ്പോഴത്തേക്ക് എരിവ് കണക്കാക്കാം. ഞാൻ ഇവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുന്ന ഒരു 2-3 എണ്ണം
അതിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ്റെ അമ്മയൊക്കെ എപ്പോഴും വറ്റൽമുളക്, മല്ലി ഇതൊക്കെ എടുത്തിട്ടാണ് ഇറച്ചിക്കറിയൊക്കെ വെക്കാറ്. ഇപ്പോൾ 3, 4, 5 എണ്ണം മതി. ഈ വറ്റൽമുളക് ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പെരുംജീരകവും ഉണ്ട്, കുറച്ച് ജീരകവും ഉണ്ട്. ഇതെല്ലാം പതുക്കെ നമുക്ക് വറുത്താൽ മതി. ആദ്യം വറ്റൽമുളകിന്റെ മൂപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു ഇച്ചിരി അവിടെ ഇവിടെ സ്പോട്ടായിട്ട് അതൊന്ന് മൂക്കുന്നതിൻ്റെ, അതായത് നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നിറം മാറുമല്ലേ എന്ന് പറഞ്ഞ പോലെ അതൊന്ന് നിറം മാറും. ഇനി ഇതിനകത്തോട്ട് തീ നല്ലോണം കുറച്ചേച്ച് ഒരു ചെറിയ കഷ്ണം, ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഈ ഭയങ്കര കട്ടി കൂടിയ പട്ടയാണ്, അത് അത്രയും വേണ്ട. അതിന് പകരം അതിൻ്റെ ഒരു മസാലയുടെ ഒരു മണം വരുമല്ലോ, അത്രയും ഇട്ടാൽ മതി. പട്ട കൂടിയ കുത്തൽ വരും എന്നാണ് പറയുന്ന അമ്മ. അതുകൊണ്ട് അധികം ഇടുന്നില്ല, ഒരു 2 or 3 ഏലക്ക മതി. അത് കഴിഞ്ഞിട്ട് ഇതേപോലെയാണ് ഒരു 3 ഗ്രാമ്പൂ മതി. പക്ഷെ കുരുമുളക് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ to 1 ടീസ്പൂൺ, അത് നമ്മുടെ എരിവ് കണക്കാക്കി ഇടുക. ഇതും ഇട്ടു. ഇനി വേണ്ടിയത് ഒരു സാധാ നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകമില്ലേ, അതൊരു നുള്ളു, അതായത് ഒരു 1/4 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. അതിൻ്റെ സ്വാദ് ഒരുപാട് മുന്നേ നിൽക്കണ്ട. പിന്നെ വേണ്ടിയത് പെരുംജീരകം 1 ടീസ്പൂണോളം ഇട്ടോളൂ, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി. ഇനി ഇത് കുറച്ച് ഒന്ന് മൂക്കണം. ഇത് മൂക്കാനൊന്നും വലിയ നേരമില്ല, പക്ഷേ എന്നാലും ഇതിൻ്റെ കൂടെ കുറച്ച് മൂക്കാനുള്ളതാണ് നമ്മുടെ കറിവേപ്പില. കറിവേപ്പില ഒരു ഇച്ചിരി കൂടുതൽ ഇടാൻ പോവാ. നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഒരു പരുവ് അറിയുന്നത് എങ്ങനെയാണെന്നറിയാവോ, ഈ മസാലയുടെ ഒരു പൊട്ടൽ കണ്ടോ, എപ്പോഴും ലോ ഫ്ലെയിമേ വെക്കുക. നമ്മൾ ആദ്യമായിട്ടൊക്കെ വറക്കുവാന്നേൽ നമുക്ക് അതിൻ്റെ പരുവ് ഒന്ന് തെറ്റിയാൽ അറിയാൻ പറ്റുകയില്ല. അപ്പം ഒന്ന് ലോ ഫ്ലെയിമേൽ വെച്ചേച്ച് അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ആക്ച്വലി ഇത് മൂപ്പിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ഓരോ സ്പൈസസിൻ്റെയും ഫ്ലേവർ നമുക്ക് അറിയാൻ നോക്കും. വറ്റൽമുളക് മാത്രമേ ഉള്ളൂ ആദ്യം ഇടേണ്ടത്. ഇതേണ്ട ഞാനൊരു എക്സാമ്പിൾ പറയാം. വറ്റൽമുളകിലൊക്കെ ഇതേണ്ട ഇങ്ങനത്തെ നിറം വരുമ്പോഴത്തേന് അതിൻ്റെ മൂപ്പ് കറക്റ്റായി എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ കൂടെ മല്ലി ഉണ്ടെങ്കിൽ, അതായത് തനി മല്ലി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് മൂപ്പിക്കാം. ഇനിയിപ്പോൾ മല്ലിയായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്പൈസസ് ഒന്ന് മൂത്തതിന് ശേഷം ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ മല്ലി പൊടി ഇതിനകത്തോട്ടിട്ട്, ആ ചീനച്ചട്ടി നല്ല ചൂടല്ലേ, ആ ചൂട് മതി പൊടിയാവുമ്പം. മൂക്കാനായിട്ട് ഒരുപാട് അങ്ങ് ചീനച്ചട്ടി ചൂടാവണം എന്നില്ല. വേണ്ട, ഇപ്പം ഞാനിത് നല്ല മൂത്തു. ഇനി ഞാൻ ഇട്ടേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസസിനൊന്നും ജീരകമൊന്നും പെട്ടെന്ന് മൂക്കാനായിട്ട് എന്നാ നേരം വേണം. ഇതങ്ങോട്ട് ഓഫ് ചെയ്തേച്ച്, കണക്ക് പറയുകയാണെങ്കിൽ 1 പിടിയാണേ, അപ്പോൾ ഇതിപ്പോൾ വലിയ ടേബിൾ സ്പൂണാ, അത്രയും വേണ്ട, അതിനൊരു 3/4 മല്ലി മതിയാവും. അഥവാ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരപ്പ് ചേർക്കുമ്പം മൂപ്പിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി, അഥവാ കുറവാണെങ്കിൽ. ഇതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി, നമ്മൾ 5 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇത് പോരാതെ ഒരു ഇച്ചിരി, ഒരു 1/2 ടീസ്പൂണോളം, ടീസ്പൂണല്ല ഇതിപ്പോൾ ടേബിൾ സ്പൂണാണ്, അപ്പോൾ 1 ടീസ്പൂൺ കണക്കാക്കിക്കോ. ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഈ സ്പൈസസ് നല്ല അസലായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതല്ല ക്രഷ് ചെയ്തെടുക്കാം. ഏത് മസാലയാണ് ഇതിനുള്ളൊരു പ്ലസ് പോയിന്റ് അതാണ്. എന്താ പറയുക, ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതായാലും നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഇത് ശരിക്കും നമ്മൾ ഇട്ടിരിക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി പൊടിച്ചെടുക്കുവാണേ. ഇതെവിടെ ഇരുന്നൊന്ന് ആറട്ടെ എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ചെയ്യാം. ഇനി അടുപ്പങ്ങോട്ട് കത്തിച്ചേച്ച്, ഇതിനൊക്കെ നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടേണ്ടവർക്ക് കടുക് ഇടാം. ഇവിടെ ഇപ്പം ഞാൻ കടുക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇടുന്നില്ല, ഡയറക്റ്റ് ഉള്ളി തന്നെ അങ്ങ് ഇടുക. വെളിച്ചെണ്ണ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക്
ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലായാലും ചേർത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഞാനൊരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ചെറിയ ഉള്ളി. വെളിച്ചെണ്ണയും ഉള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ മൂക്കാനുള്ള സെയിം സാധനമാണ് ഇഞ്ചിയും വെളുത്തുള്ളി. കൊഞ്ച്, ഞണ്ട്, പിന്നെ കണവ ഇങ്ങനത്തെ ഒക്കെ മീൻ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുകയാണെങ്കിൽ നല്ലതാണ്. കാര്യം ദഹനത്തിന് ഒത്തിരി നല്ലതാണെന്ന് അമ്മ എപ്പോഴും പറയും. ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോൾ ഇതിനൊരു മണമുണ്ട്. ആ സമയത്ത് നമുക്ക് അതിന് ചേരുമ്പോൾ ആ മണത്തിന് ചേരുന്ന ഒരേ ഒരു സാധനം ഒന്നേ ഉള്ളൂ, അത് കറിവേപ്പില. ഇനിയിപ്പം നമ്മൾ ഈ സ്പൈസസ് ഒക്കെ എടുത്ത് പൊടിച്ചില്ലേ, ആ പൊടിച്ചതിനോട് നമുക്ക് ഒരു അളവ് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ പറഞ്ഞ പോലെ ഗരം മസാല. പക്ഷെ ഗരം മസാല ഇതൊക്കെ കശാശയൊക്കെ കാണും, സാരില്ല. കശകശ ഏത് കറിക്കിട്ടാലും, ഈവൻ ഒരു വെജ് കറി കിട്ടാൽ പോലും ഇല്ലേ നല്ല സ്വാദാ. അത് കുഴപ്പമില്ല. അത് അങ്ങനെ ഇടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചേർക്കുക. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഇച്ചിരി ബ്രൗൺ ആയി. ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നടുക്കോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് ശേഷം ഒരു കാര്യം വിട്ടുപോയി ഇടാനായിട്ട്. അതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി അണ്ടിപ്പരിപ്പും കൂടെ മൂപ്പിച്ചെടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി നീക്കി വെച്ച്, റോസ്റ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്താൽ മതി കേട്ടോ, ഇല്ലാത്തവർക്ക് ചെയ്യണ്ട. ഞാൻ വിട്ടുപോയി, അതാ സത്യം. അതിനകത്തോട്ട് വേണ്ട ഈ എണ്ണയിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പൊന്നും ഇടുക. അതൊന്ന് മൂക്കണം. കപ്പലണ്ടി ആണെങ്കിൽ അങ്ങനെ, ബദാം ആണെങ്കിൽ അങ്ങനെ, ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിടും. നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം ഇതാ, അണ്ടിപ്പരിപ്പ്. അല്ലാത്തത് നമ്മൾ ഇടുന്ന അരച്ചും ചേർക്കും, അതല്ലാതെ മൂപ്പിച്ച് ചേർക്കും. നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് മൂത്തു. ഇനി അതിനകത്തോട്ട് ഞാൻ ഈ തക്കാളി ഇടുക. ഇത് വഴുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ ചൂടാക്കിയ റോസ്റ്റ് ചെയ്ത മസാല ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ പൊടിച്ചെടുക്കുന്നത്, ക്രഷ് ചെയ്യേണ്ടവർക്ക് ക്രഷ് ചെയ്യാം. അത് ഈ പറഞ്ഞ പോലെ മല്ലി, മുളക് അങ്ങനെ എടുക്കുവാന്നേൽ അങ്ങനെ ചെയ്യാം. ഏതിഷ്ടം നമ്മുടെ പോലെ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുക. ഉപ്പൊന്ന് സ്പൂൺ കണക്ക് എനിക്ക് അറിയാൻ മേല. എപ്പോഴും ഉപ്പൊക്കെ കൈക്കണക്കാ, കൂടിപ്പോയാ ടെൻഷനാ. ഇത് എന്റെ കാര്യമാട്ടോ കൈക്കണക്കെന്ന് പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് സ്പൂണിലിടുന്നതായിരിക്കും കണക്ക്. ഇതിന്റെ കൂട്ടത്തില് ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക. കാര്യം എന്നാന്നറിയോ, മഞ്ഞപ്പൊടിക്കുള്ളൊരു, നമ്മൾ ഇതിൻ്റെ കൂടെ വറുത്തില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ മഞ്ഞപ്പൊടി ശരിക്കും ഒന്ന് വഴന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞയുടെ ഒരു കുത്തല് എപ്പോഴും മുന്നേ നിൽക്കുക. എനിക്കത് ആദ്യമൊക്കെ കറി വെക്കുമ്പോഴത്തേക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതെന്നാന്നുള്ളത് ചിലപ്പോൾ മഞ്ഞ കൂടിപ്പോവാന്ന് വിചാരിച്ചോ, ആ സമയത്ത് പോലും നമുക്ക് ഈ ഒരുപാട് വയറ്റുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ കുത്തലങ്ങ് മാറും. തക്കാളി ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് ഇങ്ങനെ എന്താ പറയുക, ഉടഞ്ഞു വരണം. ഇതിന്റെ കൂടെ പച്ചമുളക് ഇടേണ്ടവർക്ക് പച്ചമുളക് ഇടാം. കാര്യം എരിവൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നവരാന്നേൽ അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് ഇടാം. ഇനി ഞാൻ ഈ മസാല ഒന്ന് നോക്കുക. യെസ്, നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞാൻ ഇപ്പോൾ ഒന്ന് ഇടുക.
ഇനി ഇതിന് ഈ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്ത് ഇടാൻ ഇഷ്ടമുള്ളവരാന്നേൽ അത് ഇടാം. ഇതൊരു പക്ക നാടൻ റെസിപ്പിയാണ്. ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഏതാ നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്തേച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ഉപ്പ് ആ കാര്യങ്ങളൊന്നും ഇത്രയും കൊഞ്ചിന് പോരാ. വേണ്ടേ, ഞാൻ എന്തേ ഇതിപ്പോ ഏകദേശം 1 കിലോ കൊഞ്ച് മേടിച്ചെടുത്ത് നമ്മളെല്ലാം പൊളിച്ചു വരുമ്പോഴത്തേന് ഇത്രേ കാണത്തുള്ളൂ. ഇതാ ഞാൻ എടുത്തിരിക്കുന്ന കൊഞ്ച്. വലിയ കൊഞ്ചാണെങ്കിൽ ഒരു 10-12 കൊഞ്ച് വിചാരിച്ചോ. ഇതിപ്പോ ഞാൻ പുളിക്ക് ഒരു തക്കാളിയെ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി പുളി പോരാന്ന് തോന്നുവാണെങ്കിൽ ഒരു കൊടംപുളി ചേർക്കാം. വാളംപുളി അധികം ചേർക്കത്തില്ല, കൊടംപുളി ചേർക്കാൻ നല്ലതാണ്. ഇനി നമ്മുടെ ഈ കൊഞ്ചൊന്ന് പകുതി വെന്തേച്ച് ഞാൻ ബാക്കി, അതായത് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പകുതി മസാലയും കൂടെ ചേർക്കണം. അപ്പൊ നമ്മൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞത് അതിനിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കൊഞ്ച് മൊത്തം വെന്തോന്ന് ചോദിച്ചാൽ ഇല്ല, അതൊരു പകുതിയെ വേവായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ബാക്കി മസാലയും കൂടെ അങ്ങ് ചേർത്തേച്ച് കൊഞ്ച് നല്ലോണം ഒന്ന് വെന്ത് കിട്ടുക. കൊഞ്ചിന് നമ്മുടെ പിള്ളസർ പറഞ്ഞതുപോലെ, ഷെഫ് പിള്ളസർ പറഞ്ഞ പോലെ അധികം വേവില്ല, 7 മിനിറ്റ് മതി എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ ആ അനുസരിച്ച് നമുക്ക് 7 മിനിറ്റിനുള്ള സമയം നമുക്കും ഉള്ളൂ. പക്ഷെ ഇത് എങ്ങനെ, ഇതിന്റെ ഗ്രേവി ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിം സാധനം ഡ്രൈ ആക്കേണ്ടവർക്ക് ഡ്രൈ ആക്കാം, അതല്ല കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് വേണ്ടിയവർക്ക് അങ്ങനെ ആക്കാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാ. ഇനി ഈ കൊഞ്ച് വേവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കും. ഇത് സത്യം പറഞ്ഞാൽ കൊഞ്ച് വേവാനായിട്ട് വെള്ളമൊന്നും ചേർക്കണ്ടെന്നാ പറയുന്നത്. പക്ഷേ ഞാനൊരു ഇച്ചിരി എനിക്ക് വേണം, എന്നാലും കൊഞ്ചിന്നും വെള്ളമൊക്കെ വരും. എന്നാലും ഒരു ഇച്ചിരി ഞാൻ ചേർക്കുക, അധികം വേണ്ട. മീന്, കണവ, ഞണ്ട് ഇതിൻ്റെ നിന്നൊക്കെ ഒത്തിരി വെള്ളം ഇറങ്ങുന്നു. എന്നാലും നമ്മുടെ തവിയയിലൊക്കെ ഇരിക്കുന്ന അരപ്പൊന്നും കളയണ്ടല്ലോ, അന്നേരം അതൊന്ന് കിടന്ന് വേവട്ടെ. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ആക്ട്രസ് ആണെന്ന് വരുന്നത്. വേറെ ആരുമല്ല, ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു കുറുമ്പി എന്നൊക്കെ പറയാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഓമനത്വം തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് വരുന്നത് വേറെ ആരുമല്ല, അനുശ്രീയാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ അനുശ്രീ ആയാലും ആ ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു കാര്യം ഞാൻ പറയുന്നത്, കൊഞ്ചെടുത്ത ഒരു അടുക്കളയിൽ ഒരു മണം ഉണ്ടാവും അല്ലേ, ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ. നമുക്ക് അനുശ്രീയായിട്ട് ഡൈനിങ്ങിൽ നീറ്റായിട്ട് കാണുന്നല്ലേ നല്ലത്. ഹാർട്ടി വെൽക്കം. അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പൊ ഐശ്വര്യമായിട്ട് വാലന്റൈൻസ് ഡേയിൽ ഞങ്ങൾക്ക് വല്ല സന്തോഷ വാർത്തയും പറയാനുണ്ടോ? ഇല്ല, അങ്ങനെ ഞങ്ങളെ ദുഃഖിപ്പിക്കലാനു പ്ലീസ്. ഞാൻ വലിയ പ്രതീക്ഷയിലൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും പ്രതീക്ഷിക്കുന്ന ഒരു സന്തോഷ വാർത്തയ്ക്കും വകയില്ല, ഒരു വകയില്ല. സൈഡിലും ഇല്ല, മുന്നിലും ഇല്ല, റോഡിന് ചോദിക്കുന്നില്ല, ഒരു സൈഡിലും ഇല്ല. ഞങ്ങളിപ്പോ ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കണ്ടേ? അടുത്ത വാലന്റൈൻസ് ഡേക്ക് മുൻപേ ആയിട്ടെങ്കിലും ഇല്ലില്ല, പ്രതീക്ഷ എല്ലാം കളഞ്ഞു, ആദ്യമൊക്കെ കളഞ്ഞു. എനിക്ക് അതാണ് അങ്ങനെ ഒരു പ്രതീക്ഷ കളഞ്ഞെ. ഓ, എന്തോ താല്പര്യമില്ല ഇപ്പൊ. എന്തോ ഞങ്ങള് പ്രായമൊക്കെ ആയില്ല, അമ്മൂമ്മയെ ഞങ്ങള് എപ്പോ ആര്? എന്റെ ദൈവമേ, നിങ്ങളൊക്കെ ആയിക്കോ, ഞാനില്ലട്ടോ ആ കൂട്ടത്തിലൊന്നും. നല്ല കാര്യമില്ല, നമുക്ക് എപ്പോഴും അങ്ങനത്തെ ചിന്ത വേണം. ഞാൻ വിചാരിക്കും ആ സമയം കഴിഞ്ഞു പോയത്. അപ്പൊ ഒരു കാര്യം, ഇതുവരെ പ്രണയിച്ചിട്ടില്ല? അതൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ടാണോ ഇനി വേണ്ടാന്ന് വെച്ചേ? അങ്ങനെയൊന്നുമല്ല, പ്രണയം ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ അങ്ങനെ ആ വഴി പോയിട്ടുണ്ട്. ആക്ച്വലി അനു, പ്രണയം എന്ന് പറയുന്നത് ഞാനിപ്പോ ഷോ തുടങ്ങുമ്പോഴത്തേന് പറയുമായിരുന്നു. എന്റെ ഒരു എക്സാമ്പിൾ വലുതായിട്ട് ഞാൻ എടുത്തു വെച്ച് പറയുക. ആക്ച്വലി പ്രണയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? പിന്നെ അടിപൊളിയാണ് അല്ലേ? എന്ന് വെച്ചാൽ പിന്നെ എന്നത്തിന് അമ്മൂമ്മയാവുന്നേ? ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു ചിന്തയും കാര്യങ്ങളൊന്നും അങ്ങനെ പോകുന്നില്ല മനസ്സിൽ കൂടെ എന്ന് പറഞ്ഞതാണ്. അത്രേ ദൈവമേ, എത്രയും വേഗം ഒരു മനസ്സിലാ ചിന്ത വരട്ടെ. വാലന്റൈൻസ് ഗിഫ്റ്റ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? പക്ഷെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റും അധികം അങ്ങനെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അനു പൊതുവെ ഇങ്ങനെ ആരേലും വല്ലോ പ്രേമം പറയണ്ട എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ള പ്രേമം കൂടെ അവിടെ അങ്ങ് പോകും. ഇല്ല, ഞാൻ പ്രണയിക്കാനൊക്കെ സൂപ്പറാണ്. പിന്നെ ആരെങ്കിലും ഐ ലവ് യു പറഞ്ഞ ആരെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തിരിച്ച് പറയും. തിരിച്ചു അങ്ങനെയാണല്ലോ, നമുക്ക് ഇഷ്ടം തോന്നിയവരടുത്താണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പാണ് അത് കൂടുതലായിട്ടും
എന്താ എന്റെ ലൈഫിൽ പ്രണയം വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടില്ലെന്നല്ല, അപ്പോ നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള ഒരു തോട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സിനിമയിൽ വന്നിട്ട് അത് ഉണ്ടായപ്പോഴത്തേനാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ സെയിം സാധനമാണ് ചിന്തിക്കുക, നമ്മളെ മനസ്സിലാക്കണം എന്നുള്ളത്. പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു വ്യാപ്തി കൂടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ രീതികളെ മനസ്സിലാക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. അതിനകത്ത് മറ്റേ കോംപ്ലക്സ് അടിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുമോ, അതിന് കുറച്ചും കൂടെ വ്യാപ്തി കൂടിയിട്ടുണ്ട് എന്ന് മാത്രം. അല്ലാണ്ട് കൺസെപ്റ്റ് ഒക്കെ അന്നും ഇന്നും സെയിം തന്നെയാണ്. ശരിക്കും അനു പറഞ്ഞ പോലെ എനിക്കും അങ്ങനെയായിരുന്നു. ഒരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ, ഒരു ലവിങ് പേഴ്സൺ, പിന്നെ അഫ്കോഴ്സ് ഒരു ജോലി വേണം. അത്രയൊക്കെ ഞാനും അന്ന് ചിന്തിച്ചിട്ടുള്ളൂ. ദൈവം അനുഗ്രഹിച്ച ദൈവം നമ്മുടെ കൃപ കൊണ്ട് അങ്ങനെ തന്നെ പോകുന്നു. ഒരു കാര്യം ചെയ്യട്ടെ, ഫാമിലി പറയൂ, മോളുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടന്റെ വൈഫ്, 2 കുട്ടികള്, ഒരു പഗ്. അപ്പച്ചിയും മക്കളും തമ്മിൽ എങ്ങനെയാണ്? നല്ലതാണ്, സൂപ്പറാണ്. എന്നെ അപ്പാന്നാണ് വിളിക്കുക. ചീല ഇല്ല, ഞാൻ തന്നെ മാറ്റിയതാണ്. ഞാൻ വരെ അപ്പച്ചിന്ന് വിളിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ഓൾഡ് ജനറേഷനിലെ ആൾക്കാർ വിളിക്കുന്ന പോലെ. അരമണിക്കൂർ മുമ്പ് എന്തോ പറഞ്ഞു ഞങ്ങളോട്. ഇല്ല, അത് എന്റെ പ്രായത്തിനല്ല, എനിക്ക് ആ വേർഡ് അപ്പച്ചിന്ന് വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ അമ്മൂമ്മന്നൊക്കെ വിളിക്കില്ല, അപ്പച്ചി, വല്യമ്മച്ചി, ഒരു അപ്പാന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമേ പറയാം, എനിക്ക് അപ്പച്ചി തന്നെ വിളിപ്പിക്കണ്ട, അപ്പാന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് അപ്പാന്നാണ് വിളിക്കുന്നത്. മൂത്ത ആൾക്ക് ഇപ്പം 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇളയാള് വിളിക്കാറായിട്ടില്ല, 7 മാസം ആയിട്ടേ ഉള്ളൂ. അടിപൊളിയാണ്. വീട്ടിലെ എന്റെ എന്റർടൈൻമെന്റ് പാക്കേജുകളൊക്കെ അവരാണ്. സമയം പോകുന്ന അറിയത്തില്ല. ആക്ച്വലി ഒരു ജോയിന്റ് ഫാമിലിയിലൂടെ താമസിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കൊച്ചിയിലോട്ടൊന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇല്ല എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ മാത്രമേ കൊച്ചിയിലേക്കുള്ളൂ. അവിടെ അല്ലാണ്ട് ഇവിടെ പിടിച്ചു നിർത്തുന്ന എന്റെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, എന്റെ കുറച്ച് കൂട്ടുകാര്. പക്ഷെ ആ ഒരു ഫാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ മുന്നേ വീട്ടിലെത്തണം എന്നുള്ള ചിന്ത മാത്രം. ഒരു ഹോം സിക്ക് ആണ്. ഫ്രണ്ട്സ് പറയുമ്പോ കോളേജ് ഫ്രണ്ട്സ് ആണോ അതോ ഫിലിമിലേക്ക് വന്നില്ല? ഫിലിമിലോട്ട് വന്നതിന് ശേഷമുള്ള ഫ്രണ്ട്സാണ്. അതെനിക്കൊരു 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാം തുറന്നു പറയുന്ന, ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. കൊച്ചിയിലും എന്റെ നാട്ടിലുമായിട്ടുള്ള ഒരു ടീമാണ്. ഒറ്റ ഒരു ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഈ ഒരു 10 പേരടങ്ങുന്ന ടീം എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷെ അത് ഏറ്റവും നല്ലതല്ലേ, നമ്മുടെ മൈനസും പ്ലസും. അത് പക്ഷെ ടു സിൻസിയർ ആയിട്ട് നമ്മളോട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒത്തിരി അവരെ ഡിപ്പെൻഡഡ് ആവുന്നോണ്ടൊരു അല്ലേ. എനിക്ക് തോന്നുന്നു ഞാൻ അവരില് ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. എനിക്കിപ്പോ എന്തെങ്കിലും വന്നാലാണെങ്കിലും വീട്ടിൽ പറയുന്നതിനെക്കാട്ടും ആദ്യം നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പറയും. കാരണം അച്ഛനെയും അമ്മേന്റെ അടുത്ത് ഒരു പക്ഷെ നമ്മുടെ ടെൻഷനോ നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്ന സാധനങ്ങളോ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരും ചിലപ്പോൾ ഇത് സങ്കടപ്പെടുകയുള്ളൂ. അയ്യോ അവർക്ക് എന്തോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ ടെൻഷൻ കൊടുക്കണ്ട. അതെ, അവർക്കൊരു പക്ഷെ അത് സോൾവ് ചെയ്ത് തരാനും പറ്റിയെന്നും വരില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ആ പാവങ്ങളെ വിഷമിപ്പിക്കുക? അതുകൊണ്ട് എല്ലാ ടെൻഷനും കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം കൂട്ടുകാരായിട്ട് തന്നെയാണ്. അപ്പൊ കോളേജ് ഫ്രണ്ട്സ് ഉണ്ട് എപ്പോഴും? ഇല്ല, പഠിച്ചവര് കൂട്ടുകാരായിട്ട് ഇപ്പോഴും ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ വാട്സാപ്പിൽ മാത്രം കാര്യങ്ങൾ പറയുന്ന ഇത്, അല്ലാണ്ട് ഡെയിലി അവര് വിളിച്ച സിനിമ വിശേഷം ചോദിക്കുക, ഹായ് ഹലോ പറയാ, എന്തെങ്കിലും പ്രോഗ്രാമിന് വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്താലോ. അല്ലാണ്ട് ഒരു ഭയങ്കരമായിട്ട് കൂട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവര്. സ്റ്റാർ ആയതിനു ശേഷം തിരിച്ച് കോളേജിലൊക്കെ പോയിട്ടുണ്ട് ഫംഗ്ഷൻസ് ഒക്കെ? ഇല്ല, ഞാൻ കോളേജിലാണെങ്കിൽ ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ടാണ് പിന്നീട് ഞാൻ ഡിഗ്രി ചെയ്തത്. അപ്പൊ +2 വരെ ഉള്ളവരാണ് കൂടുതലായിട്ടും ഉള്ളവര്. അവര് സിനിമയിൽ വന്നതിന് ശേഷം ആണ് പിന്നീടും അവര് കണക്ഷനൊക്കെ വെച്ചിട്ട്. പണ്ട് ആ സമയത്ത് ഫേസ്ബുക്ക് ആണല്ലോ, ഇപ്പോഴാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നമുക്ക് കുറച്ചും കൂടി എല്ലാരെയും അറിയാലോ. അങ്ങനെ കുറെ നേരത്തെ എനിക്കൊന്നും ഇടയ്ക്ക് വിട്ടുപോയിട്ടുള്ള കുറെ ആൾക്കാർ ഇപ്പൊ വീണ്ടും. ആക്ച്വലി ശരിക്കും ഫിലിമിലേക്ക് വരുന്നത് സ്കൂൾ ടൈമിലാണോ? +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ജോയിൻ ചെയ്യാൻ നിൽക്കും. അത് ശരിക്കും അനുവിന്റെ ഇഷ്ടമായിരുന്നോ അതോ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് ചോദിച്ചാൽ? അത് ഞാൻ അപ്രതീക്ഷിതമായിട്ടൊരു റിയാലിറ്റി ഷോയില് അവർക്ക് കണ്ടസ്റ്റൻസിനെ കിട്ടാണ്ട് വന്നപ്പോ അതിനകത്തൊരു കൊറിയോഗ്രാഫറിനെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു, അനു ലാസ്റ്റ് ഒരു ഓഡീഷനും കൂടി ഉണ്ട്, ഒന്ന് വരുമോ, അവർക്ക് 2-3-4 പേരെ കൂടി വേണമെന്ന് പറഞ്ഞത്. ഞാൻ എന്റെ ചേട്ടാ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ആ സമയത്ത് ആ കൊറിയോഗ്രാഫറിനെ എനിക്ക് അറിയാവുന്നത്. ആ സമയത്തൊക്കെ ആ സമയത്ത് നമ്മുടെ ഈ ഹിന്ദു ഡിവോഷണൽ ആൽബംസ് ഒക്കെ മറ്റേ അമ്മേ നാരായണ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ കുറെ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ 1-2 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പരിചയം വെച്ചിട്ടാണ് പുള്ളി എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ ഞാൻ എന്ത് ചെയ്യാൻ അവിടെ വന്നിട്ട്, അതും ലാൽ ജോസ് സാറിന്റെ സിനിമയിലേക്കുള്ള നായികയെ തേടിയുള്ള റിയാലിറ്റി ഷോ. ഞാൻ പറഞ്ഞു, ഞാൻ ലാൽ ജോസ് സാറിന്റെ നമ്മൾ അങ്ങനത്തെ ഒരു തോട്ടിലേ നമ്മൾ പോകുന്നില്ലല്ലോ.
അപ്പൊ ഇല്ല ജസ്റ്റ് ഒന്ന് വായോ എന്ന് പറഞ്ഞിട്ട്, അന്ന് ശരിക്കും പത്തനാപുരത്തുനിന്ന് കൊച്ചി വരിക എറണാകുളം എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. എങ്ങനെ അവിടെ എത്തിച്ചേരും, എങ്ങനെ പോകും, വണ്ടിയില്ല, കൂടെ വരാൻ ആളില്ല. എന്റെ ബ്രദർ അന്ന് എബ്രോഡ് വർക്ക് ചെയ്യുന്ന സമയം. പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാറൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ ആ പുള്ളീനെയും കൂട്ടി അമ്മയും ഞാനും കൂടി പോയത്, ഓഡീഷന് പോയി, സെലക്ട് ആയി. അപ്പൊ ശരിക്കും ലാൽ ചേട്ടൻ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്? നമുക്കൊരു ഏകദേശം ഒരു 1 ഇയറോളം ആ ഒരു ഷോ ഉണ്ടായിരുന്നു. പല അപ്പൊ ഈ 1 ഇയർ മനു വർക്ക് ചെയ്തു അവരുടെ? അത് ഓരോ എപ്പിസോഡ്സ് ഓരോ ടാസ്ക് നമുക്ക് തരും, ഓരോ ആൾക്കാർ ഔട്ടായി പോകും. അങ്ങനെ അവര് ലാസ്റ്റ് എന്തായാലും ദൈവം സഹായിച്ച വിന്നറായി ഡയമണ്ട് നെക്ലസ്. അതാണ് ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്യാരക്ടർ ഭയങ്കര ഒരു എന്താ പറയാ ശാലീന് ഒത്തിരി ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ് അന്ന് ചെയ്തത്. ബേസിക്കലി അങ്ങനെയാണോ ക്യാരക്ടർ? അങ്ങനത്തെ അതിനകത്തൊരു മണ്ടി പെണ്ണെന്നല്ല, ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ. എന്ത് ആൾക്കാർ എന്ത് കള്ളത്തിന് അപ്പുറത്ത് നിന്ന് കാണിച്ചാലും അറിയില്ല. പിന്നെ അങ്ങനത്തെ ഒരു ഇമേജ് അന്ന് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ പാടുണ്ടായിരുന്നില്ല. കാരണം ഞാനും അതേപോലെ ഒരു നാട്ടും പ്രദേശത്ത് നിന്ന് വന്ന് ഇങ്ങോട്ട് വെച്ചാൽ മതി. പിന്നെ അത്രയും മതബുദ്ധിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. കൂടെ നിന്ന് കള്ളത്തിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ക്യാരക്ടറിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒറ്റപ്പാലക്കാരൻ കുട്ടീനെയാണ് ഞാൻ കാണിക്കണത്. സോ പത്തനാപുരത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു നാട്ടും പ്രദേശത്തു നിന്ന് വന്ന ഒരു ഉൾക്കൊള്ളാൻ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സോഫാർ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്തു. അതിനുവേണ്ടി ഇപ്പൊ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നോക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ചൂസ് ചെയ്യാനോ? സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും എനിക്ക് വേണ്ടിട്ട് പറയുന്ന ക്യാരക്ടറിനെ ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടോന്ന് നോക്കാറുണ്ട്. വെറുതെ നമ്മള് അങ്ങനെ ഇഷ്ടമില്ല. സിനിമേന്റെ എണ്ണം വെറുതെ കൂട്ടാൻ വേണ്ടിട്ട് താല്പര്യമില്ല. വളരെ ചെറുത് മതി. പക്ഷെ ഒരു സീനിലോ 2 സീനിലോ ഞാൻ വന്നു പൊക്കോട്ടെ, അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ആ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒന്ന് വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ട്. ആക്ച്വലി അനുവിന്റെ ഉള്ളില് സ്കൂൾ ടൈമിലായാലും ശരി, എവിടെയെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ഒരു ആക്ട്രസ് ആവണം എന്നൊക്കെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പത്തനാപുരത്തിരുന്ന് എന്ത് ചിന്തിക്കാനാണ്? നമ്മളൊക്കെ സിനിമ കാണുന്ന വ്യക്തിയാണ്. പക്ഷെ അതെന്തോ ഒരു പക്ഷെ ഇനി പണ്ട് മുതലേ ഞങ്ങൾ അന്നും ഇന്നും ആ സമയത്ത് കാണുന്നത് ഗണേഷ് കുമാറിനെ മാത്രമാണ്. ഗണേഷ് ഏട്ടനെ മാത്രം പുള്ളിന് ഷെയ്ക്കാണ്ടൊക്കെ കൊടുക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ മറ്റേ ദിവസം ഫുൾഫിൽ ആയതുപോലത്തെ ഫീലാണ്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ ഒരു സിനിമ നടി ആയില്ലെങ്കിൽ എന്താ, അങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു ഫേമിലോട്ട് വരുമെന്നൊന്നും സ്വപ്നത്തിന്റെ അങ്ങേ കരയ്ക്കാണ്. ചിന്തിച്ചിട്ടേ ഇല്ല നമുക്ക് വരണമെന്നോ അല്ലാതെ ഒരു എയിം ഉണ്ടെന്നോ വരണം എന്നുള്ള ആഗ്രഹം. ഞാൻ 10ാം ക്ലാസ് വരെ എനിക്ക് ടീച്ചർ ആവണം. +1 ഞാൻ NCCക്ക് കയറിയപ്പോ എനിക്ക് ആർമി ഓഫീസർ ആവണം എന്ന് മാത്രം ആഗ്രഹിച്ച ആളാ ഞാൻ. പക്ഷെ പിന്നീട് ഈ പറഞ്ഞതുപോലെ ഓക്കെ ഇങ്ങോട്ടേക്ക് വന്ന് റിയാലിറ്റി ഷോ ചെയ്തും തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ അതിനകത്ത് ഇന്നായതിനു ശേഷം പോലും ആ ഒരു സാധനം തലയ്ക്കകത്ത് കയറിയിട്ടില്ല. കുറെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തന്നെ തോന്നുന്നത്. ഈ റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്തുള്ളിലുണ്ടായിരുന്നോ? ഇല്ല, ചെയ്ത് തുടങ്ങിയ ശേഷമാണ് ഞാൻ എൻജോയ് ചെയ്തിട്ട് ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾക്ക് തന്നെ ചില കോൺഫിഡൻസ്. കാരണം അതിനു മുമ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അറിയില്ലല്ലോ നമുക്കിത് ചെയ്യാൻ പറ്റുമോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ല. അവര് പറയുന്ന ഡയലോഗ്സ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ പറയുന്ന ഇമോഷൻ വലിയ കുഴപ്പമില്ലാണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാധനം. ശരിക്കും ജോസേട്ടൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ജോസേട്ടനായിട്ട് എന്തെങ്കിലും ഡയലോഗ്സ് തന്നായിരുന്നോ ഒന്ന് പെർഫോം ചെയ്യാനായിട്ട്? ഇല്ല, ഒരു 1 ഇയറോളം നമ്മുടെ ഷോ ഉണ്ടല്ലോ. അപ്പൊ പുള്ളി എല്ലാ ദിവസം വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഓരോ വട്ടത്തെയും പെർഫോമൻസസ് പുള്ളി നോക്കുന്നുണ്ട്. ദെൻ അതിനുശേഷമാണെങ്കിലും ഷോ കഴിഞ്ഞു വിന്നറായിട്ട് അനൗൺസ് ചെയ്തിട്ടാണെങ്കിൽ പോലും ഡയമണ്ട് നെക്ലസ് തുടങ്ങാൻ പിന്നെയും എടുത്തു ഒരു 1.5 വർഷം സമയം. അതിന്റെ ഇടയ്ക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ലാണ്ട് സാറ് വിളിച്ച് നമ്മളെ ഫോളോ അപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ വേറെ അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു. സാർ എന്നോട് അത് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ലാൽ ജോസ് സാറിന്റെ നായികയായിട്ട് തന്നെ വരണം. കാരണം അത് വെച്ചിട്ടാണ് ഞാൻ ആഗ്രഹം കണ്ടു തുടങ്ങിയത്. സോ എനിക്ക് ഞാൻ എത്ര വെയിറ്റ് ചെയ്താലും ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്തത്. പിന്നെ സിനിമ തുടങ്ങുന്നതിന്റെ എന്റെ പോർഷൻസ് തുടങ്ങുന്നതിന്റെ ഒരു 1 വീക്ക് മുന്നേ എന്നെ ലൊക്കേഷനിൽ കൊണ്ടു ചെന്നിട്ട് സാർ എല്ലാം ഇങ്ങനെ കാണിച്ചു തരും, ഇങ്ങനെയാണ് അല്ലാണ്ട് എങ്ങനെയാ സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും പെർഫോം ചെയ്തതുപോലെ ആയിരിക്കത്തില്ല നമ്മൾ കോ ആക്ടേഴ്സിന്റെ കൂടെ ഒരു സീനിലേക്ക് വരുമ്പോ. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അന്ന് സമൃദ്ധ ചേച്ചിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ അയ്യോ അവര് മേക്കപ്പ് ചെയ്യുന്നു, അവര് ഹെയർ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അന്നൊക്കെ അത് ഭയങ്കര ഫസ്റ്റ് ടൈം കാണുന്നു അല്ലെ? അപ്പൊ അതിന്റെ ഒക്കെ ഒരു എങ്ങനെയാ? ഞാൻ എല്ലാരെയും കണ്ടിട്ട് ഓഡിയനായിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ആരാധികയായിട്ടൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. കാരണം ഇവരെന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കുമ്പോ പോലും ഞാൻ പോവില്ല. ഞാൻ പറയും അയ്യോ എന്നെ എന്തിനാ, ദുബായിലാണ് ആദ്യത്തെ ഷൂട്ട്. അപ്പൊ അവിടെയുള്ളവർ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കും. ഞാൻ പറയും അയ്യോ ഞാൻ എന്തിനാ നിൽക്കുന്നേ. അപ്പൊ ലാൽജോ സാർ എന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പറയരുത്, കാരണം ഇത് റിലീസ് ആയതിനു ശേഷം
നീയും ഇങ്ങനെ തന്നെയാണ്, എല്ലാരും അറിയുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അപ്പോഴും ഭയങ്കര ചമ്മലാണ്, എന്നെ ആർക്കും അറിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ എന്റെ കൂടെയുള്ള ഫോട്ടോ. ഞാൻ എല്ലാരും ഇങ്ങനെ കണ്ട് അതിശയിച്ചു നിൽക്കുന്ന ഒരു അല്ല ശരിക്കും സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ അപ്പന്റെ അമ്മയുടെ റിയാക്ഷൻ ആയിരുന്നു? രാത്രി 1 മണിക്കോ 2 മണിക്കോ എങ്ങാണ്ടാണ് ലാസ്റ്റ് പ്രോഗ്രാം നടക്കുന്നത്. ഷോ കഴിഞ്ഞ് ഇറങ്ങി 2 മണിക്കോ മറ്റോണ് അമ്മയെ വിളിച്ചിട്ട്, ഞാൻ കേട്ടോ ആരാ ജയിച്ചെന്ന് അറിയോ? അമ്മ ചോദിച്ചാ ആരാ? ഞാൻ പറ. അതെല്ലാം മക്കളും പറയും, നമ്മളാണെങ്കിൽ അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാനല്ലേ. നീയാണോ? ഞാൻ ഞാനാ. രാത്രി അമ്മയുടെ ഉറക്കവും പോയി പക്ഷെ അമ്മ ഹാപ്പി അല്ലേ? ഓക്കെ. ഇതിനിടയ്ക്ക് രാഷ്ട്രീയത്തിലൊക്കെ പോകുന്നു. ഗണേശന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആർക്കൊക്കെ വേണ്ടി കൊടിയൊക്കെ പിടിച്ച് എന്തൊക്കെയോ ചെയ്യാൻ പോയെന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് കൊടി പിടിച്ചതൊന്നുമല്ല. ഞാൻ വളർന്നു വന്നത് ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് തൊട്ടടുത്താണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അമ്പലത്തിന്റെ എന്ത് പ്രോഗ്രാമിനാണെങ്കിലും ഞാൻ പോവും. നമുക്ക് അമ്പലത്തിൽ കയറുന്ന ദിവസം ആണോ, അമ്പലത്തിൽ പോകാത്ത ദിവസമാണെങ്കിൽ പോവില്ല, പോകാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ആ അമ്പലത്തിലെ എന്ത് പരിപാടിക്കും നമ്മള് ഉണ്ടാവും. അതിനെയും അവിടെ തൊഴാനാണെങ്കിലും, എന്തെങ്കിലും അന്നദാനം നടക്കുമ്പോൾ പാത്രം കഴുകാനാണെങ്കിലും, മിറ്റം തൂക്കാനാണെങ്കിലും, പന്തൽ കെട്ടാനാണെങ്കിലും, ഇനിയിപ്പോ ഘോഷയാത്രയാണെങ്കിലും ഞങ്ങളുടെ ഒരു ഭാഗമാണ്. അത് ഞങ്ങളുടെ ഒരു ഭാഗമാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല. ഞാൻ വളർന്നു വന്ന ഒരു വിശ്വാസമാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിൽ ഒരു വട്ടം ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒന്ന് ഭാരതാംബയായി. പക്ഷെ ഇഷ്യൂ ഞാൻ സിനിമാ നടിയായിട്ട് ഭാരതാംബയായി എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ ഭാരതാംബയായതും ഗണപതിയായതും ശിവനായതും പാർവതി ആയതും കഴിഞ്ഞിട്ട് എങ്ങോട്ട് എത്തിയെന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം എന്റെ ആൽബത്തിലെ ഫോട്ടോസിൽ മാത്രമായി. പക്ഷെ 2016-17 ഭാരതാംബയായത് മാത്രം എല്ലാവരും രാഷ്ട്രീയം, ഞാൻ മറ്റേ മത തീവ്രവാദി റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്താലും ആൾക്കാരെ നമ്മൾ ഒരു രീതിയിലേക്ക് ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാറ്റുന്നതിന് എന്റെ പരിധി എടുക്കും അത് മാറാനായി. കാരണം ഞാൻ എന്താ ചെയ്തെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഒരു രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടും ഒന്നും അറിയില്ല. എല്ലാ ആൾക്കാരും എന്നോട് ഇപ്പോഴും ചോദിക്കും രാഷ്ട്രീയത്തിലേക്ക് വരുമോ? ഞാൻ പറയാം എനിക്കത് അറിയില്ല. അവിടെ നിന്ന് കളിക്കാൻ പറ്റുന്നവർക്കല്ലേ അവിടേക്ക് വരാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല. ഞങ്ങള് പറയും, ഞങ്ങള് ഈ സൺഡേ സ്കൂള് ക്രിസ്ത്യൻസ് എടുക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ബാലഗോകുലത്തിന് പോണത്. അവിടെ പോകുമ്പോ ഞങ്ങൾ 4ാം ക്ലാസ് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കിട്ടും, രക്ഷാബന്ധന്. എന്താന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്ത സമയത്ത് ഞങ്ങൾ കെട്ടി തുടങ്ങിയത്. ഇപ്പോഴും കിട്ടും. പക്ഷെ ഇപ്പൊ ഞാൻ കെട്ടിക്കഴിഞ്ഞാല് മറ്റേ ഞാൻ മത തീവ്രവാദിയാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെന്റെ രാഷ്ട്രീയമല്ല, ഞാൻ വളർന്നു വന്ന അടുത്ത രീതി ഞാൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൽ. ഇപ്പം എന്റെ വീട്ടിലെ ചേട്ടന്റെ മക്കളും അത് തന്നെയായിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ശരിക്കും ഒരു പത്തനാപുരത്ത് വളർന്ന ഒരു കുട്ടി ഷൊർണൂരുകാരിയായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാനും വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു. അതിനിങ്ങനെ എടുത്ത് വെക്കാൻ്റെ താമസിച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ ഇടയ്ക്ക് ഞാനൊന്ന് കേട്ടു ഭയങ്കരമായിട്ട് മുണ്ടൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്തത് അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഒരു ഡ്രസ്സ് അതെന്താണോ അങ്ങനെ? ഇല്ലില്ല, അത് വീട്ടിൽ അതും നാട്ടിൻ പ്രദേശത്തെ ഇത് തന്നെയാ. ഞങ്ങളിപ്പോ രാവിലെ ആ സമയത്ത് എന്റെ വീട്ടില് പണ്ട് അമ്മ, എനിക്ക് തോന്നുന്നു അമ്മ ഒരു 4-5 വർഷമായിട്ടേ ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ വീട്ടിലെ പശുവിനെയൊക്കെ കൊടുത്തിട്ട്. അപ്പൊ അതിനു മുമ്പ് എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ ഞങ്ങളുടെ വീട്ടില് പശുക്കള് ഉണ്ട്, പശുക്കറവുണ്ട്, പശുവിന്റെ പാല് കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെയാണത് വീട്ടിലെല്ലാം അടുത്തടുത്ത വീടുകളിൽ തന്നെയാണ് കേട്ടോ കൊണ്ടു കൊടുക്കുമ്പോ ഞാനൊക്കെ രാവിലെ ചിലപ്പം മുണ്ടൊക്കെ കൊടുത്താ പോവാ. അത് കംഫർട്ടബിൾ ആ. ചില ആൾക്കാർ ഇപ്പം എന്റെ ഫ്രണ്ട്സ് തന്നെ ചില ആൺകുട്ടികൾ മുണ്ടുകൊടുക്കാൻ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ കൊടുത്തിട്ട് ബെൽറ്റ് ഒക്കെ കെട്ടും അതിന്റെ മുകളിൽ. അപ്പം എനിക്കൊക്കെ അത് ഭയങ്കര ഈസിയാ. കാരണം പണ്ട് മുതൽ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്പലത്തിന്റെ അടുത്ത് പോകണമെങ്കിലും ആറ്ററമ്പിൽ ഇറങ്ങി പോകണമെങ്കിലും ഒക്കെ നമ്മൾ മുണ്ടെടുത്ത് പോവാറുണ്ട്. കുഞ്ഞിലേ നമ്മൾ ശീലിക്കുന്ന. എനിക്കൊന്ന് അനു ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയപ്പോ ഇതെല്ലാം ഫോക്കസ്ഡ് ആവുന്നതാണ്. അനു ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ എന്താ മുണ്ടുകൊടുക്കുന്നേ, ഇപ്പൊ എന്താ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, നമ്മൾ അങ്ങനൊക്കെ തന്നെയാണ്. അല്ല ശരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചെന്താ അറിയോ, ഇപ്പൊ ഇത് കേൾക്കുമ്പോ അനു ഇപ്പൊ ഫ്രീ ആയിട്ട് പറയുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ ഞാനത് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ അനു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. സെക്കൻഡ് മുണ്ട് കൊടുക്കുന്നത്. അപ്പൊ ആൺകുട്ടികളെ പോലെ നടക്കാനായിരിക്കും അനുവിന് ഇഷ്ടം. ഇതൊക്കെയാണല്ലോ എല്ലാവരുടെയും മനസ്സിനകത്ത് ഇങ്ങനെ വരുന്നത്. ശരിക്കും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ആൺകുട്ടികളെ പോലെ നടക്കണം. ആൾക്കാരത് എടുക്കുന്നതാണ്. സിനിമയിൽ വന്നതിന് ശേഷമുള്ള നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ എന്റെ നാട്ടിലെ ആൾക്കാർക്ക് ഇതിപ്പോ എന്റെ ഫോട്ടോ കാണുമ്പോ ഇവിടിപ്പോ പണ്ട് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് അതിനകത്ത് ഒരു പുതുമയും തോന്നില്ല. മറ്റുള്ളവർക്കാണ് നമ്മള് ഒരു സിനിമാ താരം എന്നുള്ളൊരു ഇമേജ് മാത്രമല്ലേ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ മുണ്ടുടുത്താലും അതിശയമാണ്, കപ്പ തിന്നാലും അതിശയമാണ് എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സില് അനുവിന്റെ ഉള്ളിലേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ? ഡയമണ്ട് നെക്ലേസ് എന്തായാലും അത് ഫസ്റ്റ്. ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും പ്രിയപ്പെട്ടതാണല്ലോ. പിന്നെ ചന്ദ്രേട്ടൻ എവിടെയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഷമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിഹാസയില് ചെയ്തത് കരിയറിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ടൊരു
ഈ പറഞ്ഞ മുണ്ടുടുക്കലൊക്കെ എനിക്ക് സ്ക്രീനിൽ കാണിക്കാൻ പറ്റിയ ഒരു ഏറ്റവും കംഫർട്ടായ ഒരു ഹീറോ ആരാ? ദിലീപേട്ടനും ചാക്കോച്ചനും. നല്ല അവര് സിനിമയിൽ ദിലീപേട്ടന്റെ കൂടെ ഒരു വട്ടമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, ചാക്കോച്ചന്റെ കൂടെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലുപരി എവിടെയൊക്കെ എന്തൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് എന്നതേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇതല്ലേ. നമുക്ക് ബാക്കി എല്ലാവരുമായിട്ടും വർക്ക് ചെയ്ത് എല്ലാവരുമായിട്ടും നല്ല സൗകര്യമുണ്ട്, കുറച്ചുകൂടെ ഫ്രീഡം അവരടുത്ത് തോന്നാറുണ്ട്. ഫ്രണ്ട്ലി ആണ്. ദിലീപേട്ടനൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ നമുക്കൊരു സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അയ്യോ ഇത് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ആക്ച്വലി ഓപ്പോസിറ്റ് ആക്ടേഴ്സ് നമ്മളോട് ഭയങ്കരമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര മറ്റേ നമുക്ക് ടെൻഷൻ അല്ലേ, ഇവർക്ക് എന്ത് തോന്നും. ശരിക്കും അതെനിക്ക് ഒത്തിരി ഫീൽ ചെയ്തത് മഴയത്ത് മുൻപേ ചെയ്തപ്പോ നമുക്ക് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പകുതി ദൈവം ഞാൻ ചെയ്ത ശരിയാണോ ശരിയല്ലേ അങ്ങനത്തെ ഒക്കെ ഒരു ഫീലിംഗില്ലേ. ഇത്രയും വലിയൊരു ലെജൻഡിന്റെ മുമ്പിലല്ലേ നമ്മൾ ചെന്നൊരു ഞാഞ്ഞൂല് പോലെ നിൽക്കുന്നത്. എന്തായാലും പിന്നെ ഇപ്പുറത്ത് ശോഭന ചേച്ചി ഞാൻ പറഞ്ഞ 2 പർവ്വതങ്ങളാണ്, ഇതിന്റെ ഇടയിലാണ് ഞാനൊരു ചെറിയ മണ്ണായിട്ട് ചെന്ന് നിൽക്കാൻ പോകുന്നത്. ഞാനും മമ്മൂക്കയും കൂടി മധുരരാജ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ വർക്ക് ചെയ്തിരുന്നു. അതിലും ഇങ്ങനെ തന്നെയായിരുന്നു. മമ്മൂക്കടുത്ത് നമ്മൾ സംസാരിക്കുമെങ്കിലും അതിനകത്ത് ഞാനൊരു തെറിച്ചൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എല്ലാത്തിനും തർക്കുത്തരം പറയുന്ന, ആരാണ് എന്താണെന്നൊന്നും നോക്കാണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ മമ്മൂക്കിന്റെ മുഖത്ത് നോക്കി പറയണമല്ലോ. ഞാനിങ്ങനെ ഭാ എന്നൊക്കെ പറഞ്ഞ ആട്ടുന്നേക്കൊക്കെ എന്നെ കൊന്നാ ഞാൻ ഭാ എന്ന് പറയില്ല. അല്ല ശരിക്കും നമ്മളെ ക്യാരക്ടർ ആണ്, പക്ഷെ എന്നാലും മമ്മൂക്കയുടെ മുഖത്ത് നോക്കി നമ്മൾ എങ്ങനെ പറയുന്നു. റിഹേഴ്സലിന്റെ സമയത്ത് അപ്പം വൈശാഖേട്ടനാണ് ഡയറക്ടർ. അപ്പൊ എന്റെ അടുത്ത് അനു നീ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നീ ആട്ട് എന്ന് പറയുമ്പോ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ റിഹേഴ്സലിലും മെയിൻ റിഹേഴ്സൽ അത് പറയുമ്പോൾ ഞാൻ ഭാ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടു. അപ്പം നമുക്ക് വെച്ചിട്ട് നീ ഇങ്ങനെയാണോ കൈ ഇങ്ങനെ വെച്ചിട്ടാണോ നീ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കും. പക്ഷെ നമുക്കിങ്ങനെ പറ്റത്തില്ല. ശരിയാട്ടോ. ഇപ്പൊ ഇത്രയും നാൾ 12 years ആയി അല്ലേ ഫിലിമിലേക്ക് വന്നിട്ട്. ദാറ്റ് ഇസ് നോട്ട് എ ഷോർട്ട് ടൈം. അതെ ശരിക്കും ഒരു ഗുഡ് എക്സ്പീരിയൻസ് എന്താണ് ഫിലിമിൽ നിന്ന്? ഇല്ല എല്ലാം പത്തനാപുരം കൊച്ചി അത് പറയണം. അതൊരു ഇല്ല എക്സ്പീരിയൻസ് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ ഇത്രയും ആൾക്കാര് അറിയാന്നുള്ളത്. നമ്മള് കേരളത്തിൽ, ഇപ്പൊ ഞാൻ മലയാളത്തിൽ മാത്രം ഉള്ളതുകൊണ്ട് കേരളത്തിലായിരിക്കും എന്നെ കൂടുതൽ അറിയുന്നത്. അപ്പൊ കേരളത്തിൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ അറിയുന്നുണ്ട്, ഒരാൾ വന്നിട്ട് നമ്മളെ ചിരിച്ച് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം ആയിട്ട് തന്നെ കാണുള്ളൂ. കാരണം ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ദൈവം നമ്മളെ ചൂസ് ചെയ്തല്ലോ എന്നുള്ളതിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ള ആള് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ എവിടെങ്കിലും ചെന്ന് നിൽക്കാനോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനോ ഒന്നും ചിലപ്പം ശരിക്കും ഒരു പേടി ഉണ്ടാവില്ല. എവിടെങ്കിലും ചെന്നാൽ എന്തായാലും എന്നെ ആരെങ്കിലും അറിയുമല്ലോ. ചിലപ്പോ എന്റെ അടുത്ത് തന്നെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ, രാത്രിയിലാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ സേഫ് ആയിട്ട് കൊണ്ട് എത്തിക്കാൻ അവർ ശ്രമിക്കും. അപ്പൊ തന്നെ പോകുന്ന സമയത്താണെങ്കിൽ എന്റെ കൂട്ടുകാർ പറയും നീ ട്രാവൽ ചെയ്യുമ്പോൾ രാത്രി തന്നെയാണെങ്കിൽ നീ കാറിൽ തന്നെ പോവരുത്, വല്ല ടയറൊക്കെ പഞ്ചർ ആയാലും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അത് കുഴപ്പമില്ല, ഏതെങ്കിലും വീട്ടിൽ ചെന്ന് മുട്ടയിൽ അവർക്ക് അറിയാലോ ഞാനാണെന്ന്, എനിക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. ദൈവം തമ്പുരാന്റെ ഒരു അനുഗ്രഹം കേട്ടോ. ബീങ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ അനുസരിച്ചിട്ട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കുക അല്ലെ. ഇനി അടുത്ത ഫുഡിന്റെ കാര്യം ഞാൻ വിളമ്പുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഈ നാടൻ ഫുഡ് ഇഷ്ടമാണ്? നാടൻ ഫുഡിന്റെ ആളാണ് ഞാൻ. എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയട്ടെ, എന്നറിയോ എത്ര പ്രാവശ്യം ഞാൻ അനുവിനോട് ചോദിച്ചെന്നറിയാം, അനു പ്രോൺസ് തന്നെ വേണോ വാലന്റൈൻസ് ഡേക്ക്? അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഷോയിൽ പറഞ്ഞ പോലെ ഇച്ചിരി എരിവും പുളിയൊക്കെ കൂടിയതൊക്കെ വാലന്റൈൻസ് ഡേയിൽ എങ്ങനെ കഴിക്കാനാ. അപ്പൊ ഡേറ്റ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് എരിഞ്ഞിട്ട് വല്ലതും പറയാൻ നോക്കുവോ? അത് നോക്കത്തില്ല. എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ ചോദിച്ചു പറയാ എനിക്ക് ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ ഇഷ്ടമാണ്. അനുവിനെ ഞാൻ അപ്പൊ അത് വിട്ടു, വാലന്റൈൻസ് ഡേയിലുള്ളതിൽ വിട്ടിട്ട്. അല്ലാതെ പറയാ നാടൻ ഫുഡിനോട് ഇഷ്ടം? നാടൻ ഫുഡാണ് ഇഷ്ടം. മധുരം അല്ല, എനിക്ക് എരിവും പുളിയൊക്കെ. പുളി എന്നുള്ളതല്ല, എരിവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മധുരത്തിനോട് വലിയ പ്രിയം ഇഷ്ടമില്ല. ശരിക്കും എന്റെ കൂട്ടുകാരൊക്കെ മധുരത്തിന്റെ ആൾക്കാരാണ്. ചോക്ലേറ്റ്, ഐസ്ക്രീം എനിക്കും പറ്റില്ല. അനുവിനെ കണ്ടാ പറയും ചോക്ലേറ്റ് ഒന്നും പറ്റിയല്ല, പക്ഷെ എന്നെ കണ്ടാ പറയല. പക്ഷെ ഞാൻ പറയുക എനിക്കും ഈ പറഞ്ഞ പോലെ ഇച്ചിരി എരിവും പുളിയും ഒക്കെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞാനിപ്പോ വന്നതൊന്ന് വിളമ്പിട്ടെ. സെലിബ്രിറ്റീസിന്റെ ഒക്കെ എന്താ പറയാ ഫുഡിന്റെ റൂട്ടീനൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലല്ലേ. നമ്മുടെ തനി മലയാളിയായിട്ട് നമുക്ക് ദൈവം തമ്പുരാൻ സഹായിച്ച് നമ്മുടെ അമ്മയപ്പനും എന്നാ തന്ന് വളർത്തിയോ അത് കഴിക്കാനാണ് നമുക്കിഷ്ടം. പിന്നെ ചില സമയങ്ങളിൽ മാത്രം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് തിന്നണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊന്നും അല്ല കേട്ടോ. എനിക്കൊരിക്കലും സാലഡ് ഒന്നും എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളേ അല്ല ഞാൻ. എല്ലാരും പറയും ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളിത് ഭയങ്കര എൻജോയ് ചെയ്യണം. സാലഡ് ഒന്നും എനിക്ക് കുക്കുംബർ മറ്റേ പെപ്പർ ഉപ്പൊന്നും ഇട്ടെന്ന് കഴിച്ചു ഞാനും
എന്നത്തിനല്ലേ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ. പിന്നെ ജാടയ്ക്കൊക്കെ ഞാൻ ഇന്ന് സാലഡാണ് ഉള്ളത്, ഇച്ചിരി ആന്നേലും സന്തോഷമായിട്ട് വായിക്ക് രുചിയായിട്ട് പിന്നെ കഴിച്ചു. വീട്ടില് അമ്മ ഡയബറ്റിക് ആണ്. സോ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് ചോറ് കഴിക്കുന്നതിന് മുമ്പ് അമ്മ കുറച്ച് സലാഡ് തിന്നു പറയുമ്പോ അമ്മ കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ ചിലപ്പം കുറച്ചുണ്ടാക്കി കൊടുക്കുമ്പോ അതിനകത്തുനിന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അമ്മ വെച്ചാൽ കഴിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കും. അങ്ങനെയുണ്ട്. അത് കുറച്ച് ഈ സത്യം അമ്മ അറിഞ്ഞല്ലോ. ഇല്ല, അമ്മയ്ക്കറിയാം. അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം. എനിക്ക് മാതിരി സാധനങ്ങളൊന്നും ഇഷ്ടമില്ല എന്നുള്ളത്. ഏത് ഭക്ഷണമാണെങ്കിലും അത് നമ്മൾ ആസ്വദിച്ച് കഴിക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ചോറും തൈരും ആണെങ്കിലും അതും ആസ്വദിച്ച് കഴിക്കുക. ഇപ്പൊ എന്ത് മുന്നിൽ കിട്ടിയാലും സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് തൃപ്തിയോടെയും കഴിക്കുക. എനിക്ക് അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നിനോടും ഒരു പക്ഷത്തോടും ഞാൻ ഒരിക്കലും കുറ്റം പറയല അല്ലേ? ഞാൻ അതിനോട് ചെയ്യുന്ന ഒരു കാര്യം. എനിവേ ഇത്രയും തിരക്കിന്റെ ഇടയിലും അനു വന്നു. അതായത് ഫസ്റ്റ് ടൈം എന്റെ ആനീസ് കിച്ചൻ. അതെ, ഇടയ്ക്ക് 2-3 വട്ടം വിളിച്ചിട്ടുണ്ട് എന്നെ. എന്തായാലും കറങ്ങിത്തിരിഞ്ഞ് വാലന്റൈൻസ് ഡേക്ക് തന്നെ അനുശ്രീ വന്നു. പോയത് വേണ്ടെന്ന് വെച്ചപ്പോഴും എല്ലാം ദൈവം നമ്പുരാൻ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടിട്ടു. അപ്പൊ അടുത്ത വാലന്റൈൻസ് ഡേക്ക് മുന്നേ നമുക്കൊരു സന്തോഷ വാർത്ത. ഞങ്ങൾ നിശ്ചയിച്ചു, അനു നിശ്ചയിക്കണ്ട. അതിനെ അറിയില്ല, ദൈവം വരച്ച വരെ കൂടി പൊക്കോണ്ടിരിക്കുന്നത്. എന്താണ് അറിയില്ല. എന്റെയും എന്റെ പ്രേക്ഷകരുടെയും ഭയങ്കര ബ്ലെസ്സിങ്ങും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഓക്കെ, എത്രയും ബിസി ഷെഡ്യൂളിൽ വന്നാൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.